JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂനിയർ അക്കൗണ്ടന്റ് തസ്തികയിലേക്കുള്ള മാരത്തോൺ റിവിഷൻ ക്ലാസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അസസ്മെന്റ് ഇയർ റെഫേഴ്സ് ടു. അസസ്മെന്റ് ഇയർ അതായത് വിലയിരുത്തൽ വർഷം സൂചിപ്പിക്കുന്നത്. അസസ്മെന്റ് ഇയർ റെഫേഴ്സ് ടു. ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. അസസ്മെന്റ് ഇയർ റെഫേഴ്സ് ടു നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണ്, എല്ലാവരും ഉത്തരം കണ്ടുപിടിച്ചു കാണും അല്ലേ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് അസസ്ഡ് ആൻഡ് ടാക്സ്ഡ്. അസസ്മെന്റ് ഇയർ റെഫേഴ്സ് ടു ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് അസസ്ഡ് ആൻഡ് ടാക്സ്ഡ്. അടുത്ത ചോദ്യം. പ്രീവിയസ് ഇയർ മീൻസ് അതായത് മുൻ വർഷം അർത്ഥമാക്കുന്നത് എന്താണ്? മുൻ വർഷം അർത്ഥമാക്കുന്നത് 4 ഓപ്ഷൻസ് താഴെയുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരിയായിട്ട് വരുന്നത്? പ്രീവിയസ് ഇയർ മീൻസ് മുൻ വർഷം അർത്ഥമാക്കുന്നത് എന്താണ്? ബോത്ത് ബി ആൻഡ് സി ആണല്ലേ. അതായത് ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ് ഇയർ ബിഫോർ അസസ്മെന്റ് ഇയർ. അപ്പോൾ ബോത്ത് ബി ആൻഡ് സി. പ്രീവിയസ് ഇയർ മീൻസ് അർത്ഥമാക്കുന്നത് ബോത്ത് ബി ആൻഡ് സി. അടുത്ത ചോദ്യം. Which of the following is considered a person under the Income Tax Act? അതായത് ഈ താഴെ പറയുന്ന 4 ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഓപ്ഷനിൽ ആരെയാണ് ആദായ നികുതി പ്രകാരം വ്യക്തിയായി കണക്കാക്കുന്നത്? ആരെയാണ് ആദായ നികുതി പ്രകാരം വ്യക്തിയായി കണക്കാക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ 4 ഓപ്ഷനകത്ത് ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓൾ ഓഫ് ദ എബവ്. അതായത് ഇൻഡിവിജ്വല്, കമ്പനി, ഫേം, ഓൾ ഓഫ് ദ എബവ്. അതാണ് കറക്റ്റ് ആൻസർ. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം. ഇൻകം ഫ്രം സാലറി ഈസ് ടാക്സ്ഡ് ഓൺ. ഇൻകം ഫ്രം സാലറി ഈസ് ടാക്സ്ഡ് ഓൺ. അതായത് ശമ്പളത്തിൽ നിന്നുള്ള വരുമാനത്തിന് നികുതി ചുമത്തുന്നു. ഇൻകം ഫ്രം സാലറി ഈസ് ടാക്സ്ഡ് ഓൺ. എന്താണ്? ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഡ്യൂ ഓർ receipt basis whichever is earlier. Due or receipt basis whichever is earlier. അടുത്ത ചോദ്യം. Short term capital gain arises when asset is held for. അതായത് ആസ്തി ഇനി പറയുന്ന കാര്യങ്ങൾക്കായി കൈവശം വയ്ക്കുമ്പോൾ ഹ്രസ്വകാല മൂലധന നേട്ടം ഉണ്ടാകുന്നു. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് അറൈസസ് വെൻ എപ്പോൾ അസറ്റ് ഈസ് ഹെൽഡ് ഫോർ. ഓപ്ഷൻ എ ബി സി ഡി ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ. ലെസ് ദാൻ സ്പെസിഫൈഡ് പീരീഡ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് അറൈസസ് ലെസ് ദാൻ സ്പെസിഫൈഡ് പീരീഡ് അസറ്റ് ഈസ് ഹെൽഡ് ഫോർ. അടുത്ത ചോദ്യം. എ വേരിയബിൾ such as activity that causes cost over a given time. അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെലവുണ്ടാകുന്ന പ്രവർത്തനം പോലുള്ള ഒരു വേരിയബിൾ. 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം? എ വേരിയബിൾ such as activity that causes cost over a given time. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. കോസ്റ്റ് ബിഹേവിയർ. കോസ്റ്റ് ബിഹേവിയർ. അടുത്ത ചോദ്യം. The cost that is irretrievable by managerial actions and not relevant to current decision making. അതായത് ഈ മാനേജ്മെന്റ് നടപടികൾ വഴി ഒരു തിരിച്ചടയ്ക്കാൻ കഴിയാത്തതും നിലവിലെ തീരുമാനമെടുക്കലുമായി ബന്ധമില്ലാത്തതുമായ ചെലവ്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ? ഏതാണ്? സങ്ക് കോസ്റ്റ് ആണല്ലേ. ദ കോസ്റ്റ് that is irretrievable by managerial actions and not relevant to current decision making. Sunk cost. The value of benefit sacrificed in favor of an alternative course of action is. അതായത് ഒരു ബദൽ നടപടിക്കായി ത്യജിക്കുന്ന ആനുകൂല്യത്തിന്റെ മൂല്യം അതാണ് ചോദിച്ചിരിക്കുന്നത്. The value of benefit sacrificed in favor of an alternative course of action is a dash cost. ഏത് കോസ്റ്റ് ആണ്? 4 കോസ്റ്റിനെ കൊടുത്തിട്ടുണ്ട്. ഏത് കോസ്റ്റ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത്? ഏതാണ് ആൻസർ?
ഓപ്ഷൻ സി ആണല്ലേ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണല്ലേ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. The method of recording the employee time that will be paid by the firm is known as. അതായത് സ്ഥാപനം ജീവനക്കാരന് നൽകുന്ന സമയം രേഖപ്പെടുത്തുന്ന രീതി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? The method of recording the employee time that will be paid by the firm is known as. ഏതാണ് ശരി ഉത്തരം? ടൈം കീപ്പിംഗ്. ഏതാണ്? ടൈം കീപ്പിംഗ്. ഓർത്തിരിക്കണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ മോഷൻ സ്റ്റഡി ടെക്നിക്ക്? അതായത് ഈ ആധുനിക ചലന പഠന സാങ്കേതിക വിദ്യയുടെ സ്ഥാപകൻ ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ മോഷൻ സ്റ്റഡി ടെക്നിക്ക്? ആരാണ്? ഫ്രാങ്ക് ബി ഗിൽബർട്ട്. ഫ്രാങ്ക് ബി ഗിൽബർട്ട് ആണ് ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ മോഷൻ സ്റ്റഡി ടെക്നിക്ക്. ഫ്രാങ്ക് ബി ഗിൽബർട്ട്. അടുത്ത ചോദ്യം, പ്രോസസ് ഓഫ് സ്റ്റഡിയിങ് ആൻഡ് അസസിങ് റിലേറ്റീവ് വാല്യൂസ് ഓഫ് ജോബ് ഈസ് നോൺ ആസ്. ജോലിയുടെ ആപേക്ഷിക മൂല്യങ്ങൾ പഠിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമുള്ള പ്രക്രിയ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അറിയപ്പെടുന്നത് 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? പ്രോസസ് ഓഫ് സ്റ്റഡിയിങ് ആൻഡ് അസസിങ് റിലേറ്റീവ് വാല്യൂസ് ഓഫ് ജോബ് ഈസ് നോൺ ആസ് ജോബ് ഇവാലുവേഷൻ. ജോബ് ഇവാലുവേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അണ്ടർ ഹാൽസി പ്ലാൻ ബോണസ് ഈസ് പെയ്ഡ്. അതായത് ഹാൽസി പ്ലാൻ പ്രകാരം ബോണസ് നൽകുന്നത് 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? അണ്ടർ ഹാൽസി പ്ലാൻ ബോണസ് ഈസ് പെയ്ഡ് അറ്റ് 50% ഓഫ് ടൈം സേവ്ഡ്. അണ്ടർ ഹാൽസി പ്ലാന് ബോണസ് ഈസ് പെയ്ഡ് അറ്റ് 50% ഓഫ് ടൈം സേവ്ഡ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഫോർ ഡാഷ്. അതായത് കരാർ ചെലവിടൽ ആണ് ഏറ്റവും ഉചിതമായ ചെലവ് കണക്കാക്കൽ രീതി. ഏതാണ്? കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഫോർ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. അടുത്ത ചോദ്യം, വിച്ച് കോസ്റ്റ് മെത്തേഡ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ സിമന്റ് ഇൻഡസ്ട്രി? അതായത് സിമന്റ് വ്യവസായത്തിന് ഏറ്റവും അനുയോജ്യമായ ചെലവ് കണക്കാക്കൽ രീതി ഏതാണ്? വിച്ച് കോസ്റ്റിംഗ് മെത്തേഡ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ സിമന്റ് ഇൻഡസ്ട്രി? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, സിംഗിൾ ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ്. സിംഗിൾ ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് ആണ് ഏറ്റവും അനുയോജ്യമായ രീതി. അടുത്ത ചോദ്യം, കോസ്റ്റ് റിഡക്ഷൻ ഡിമാൻഡ്സ്. കോസ്റ്റ് റിഡക്ഷൻ ചെലവ് കുറയ്ക്കൽ ആവശ്യങ്ങൾ. കോസ്റ്റ് റിഡക്ഷൻ ഡിമാൻഡ്സ് 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ക്രിയേറ്റിവിറ്റി. കോസ്റ്റ് റിഡക്ഷൻ ഡിമാൻഡ്സ് ക്രിയേറ്റിവിറ്റി. അടുത്ത ചോദ്യം, എനിത്തിങ് ഫോർ വിച്ച് എ സെപ്പറേറ്റ് മെഷർമെന്റ് ഓഫ് കോസ്റ്റ് ഈസ് ഡിസൈർഡ് ആസ്. അതായത് ചെലവിന്റെ പ്രത്യേക അളവ് ആവശ്യമുള്ള എന്തും ഡാഷ്. ഏതാണ് ശരി ഉത്തരം? എനിത്തിങ് ഫോർ വിച്ച് എ സെപ്പറേറ്റ് മെഷർമെന്റ് ഓഫ് കോസ്റ്റ് ഈസ് ഡിസൈർഡ് ഈസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ബി സി ഡി. ഏതാണ്? ഓപ്ഷൻ ബി അല്ലെ, കോസ്റ്റ് മെഷർമെന്റ്. അടുത്ത ചോദ്യം, ഓവർ അബ്സോർപ്ഷൻ ഇൻ ഓവർഹെഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ് റിസൾട്ട് ഇൻ. അതായത് ഈ ചെലവ് അക്കൗണ്ടുകളിൽ ഓവർഹെഡിൽ അമിത ആഗീരണം ഉണ്ടാകുന്നതിന് കാരണമാവുന്നു. ഏത് കാരണമാവുന്നു? ഓവർ അബ്സോർപ്ഷൻ ഇൻ ഓവർഹെഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട് റിസൾട്ട് ഇൻ. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി എ ആണല്ലേ, ഡിക്രീസ് ഇൻ കോസ്റ്റിംഗ് പ്രോഫിറ്റ്സ്. ഓവർ അബ്സോർപ്ഷൻ ഇൻ ഓവർഹെഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ് റിസൾട്ട്സ് ഇൻ ഡിക്രീസ് ഇൻ കോസ്റ്റിംഗ് പ്രോഫിറ്റ്സ്. അടുത്ത ചോദ്യം, യൂണിറ്ററി എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ്. യൂണിറ്ററി എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ്. അതായത് ഡിമാൻഡിന്റെ ഏകീകൃത ഇലാസ്തികത. ഏതാണ്? ഓപ്ഷൻ എ ബി സി ഡി. ഏതാണ് ശരി ഉത്തരം?
ഓപ്ഷൻ എ ആണല്ലേ, ഈക്വൽ ടു 1. യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 1. Chi square is to be applied only when the individual observations of sample are. അതായത് സാമ്പിളിന്റെ വ്യക്തിഗത നിരീക്ഷണങ്ങൾ ഇനി പറയുന്നവയായിരിക്കുമ്പോൾ മാത്രമേ ഈ ചി സ്ക്വയർ ഈ പ്രായോഗികമാവൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചി സ്ക്വയർ ഈസ് ടു ബി അപ്ലൈഡ് ഓൺലി വെൻ ദ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസ് ഓഫ് സാമ്പിൾ ആർ. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഇൻഡിപെൻഡന്റ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ്? അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് ഒന്നാം തലമുറ ഭാഷ? അതായത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ്? ഏതാണ്? താഴെ പറയുന്നതിൽ ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, മെഷീൻ ലാംഗ്വേജ് ആണല്ലേ. മെഷീൻ ലാംഗ്വേജ് ഈസ് ദ ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ്. അടുത്ത ചോദ്യം, ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് ഈസ്? ആരാണ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരാണ്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് അല്ലെ, PSC പലതവണയായിട്ട് ആവർത്തിച്ച ചോദ്യമാണ്. ഏതാണ്? ഹെൻറി ഫയോൾ ആണ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്. അടുത്ത ചോദ്യം, യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് there should be dash. അതായത് ഈ വസ്തുനിഷ്ഠ തത്വത്തിന്റെ ഏകത്വം ഇങ്ങനെ പറയുന്നു. എങ്ങനെയാണ് പറയുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് there should be ഏതാണ്? only one objective. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഗ്രേപ്പ് വൈൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്? മുന്തിരിവള്ളി ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഇത് സാധാരണ PSC പരീക്ഷയ്ക്ക് നിരന്തരമായിട്ട് ആവർത്തിക്കുന്ന ചോദ്യമാണ് അല്ലെ. ഗ്രേപ്പ് വൈൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. വിച്ച് ലീഡർഷിപ്പ് തിയറി ഫോക്കസസ് ഓൺ actions of leaders not on mental qualities or internal states? അതായത് മാനസിക ഗുണങ്ങളിലോ ആന്തരിക അവസ്ഥകളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നേതാക്കളുടെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നേതൃത്വ സിദ്ധാന്തം ഏതാണ്? 4 തിയറിയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അല്ലാത്ത ഏത് തിയറിയാണ് ഇതിന്റെ ആൻസർ? Which leadership theory focuses on actions of leaders not on mental qualities or internal states? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ബിഹേവിയർ തിയറി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, the strongest determinant of demand is? ഏതാണ് ശരി ഉത്തരം? ഏറ്റവും ശക്തമായ ഘടകം, ദ സ്ട്രോങ്ങസ്റ്റ് ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഏറ്റവും ശക്തമായ ഘടകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, പ്രൈസ് ആണല്ലേ. പ്രൈസ്, ദ സ്ട്രോങ്ങസ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഡിമാൻഡ് ഈസ് പ്രൈസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എലിമെന്റ് ഈസ് നോട്ട് ഇൻ ദ മാർക്കറ്റിംഗ് മിക്സ്? അതായത് ഈ താഴെ പറയുന്നതിൽ മാർക്കറ്റിംഗ് മിശ്രിതത്തിൽ ഇല്ലാത്ത ഘടകം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എലിമെന്റ് ഈസ് നോട്ട് ഇൻ ദ മാർക്കറ്റിംഗ് മിക്സ്? ഓപ്ഷൻ സി ആണല്ലേ, സ്റ്റോറേജ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ പ്രോസസ് ഓഫ് ഡിവൈഡിംഗ് പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഇൻടു ഡിസ്റ്റിങ്ക്ട് സബ് മാർക്കറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് വിത്ത് കോമൺ നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ഈ സാധ്യതയുള്ള വിപണിയെ പൊതുവായ ആവശ്യങ്ങളും സവിശേഷതകളും ഉള്ള ഉപഭോക്താക്കളുടെ വ്യത്യസ്ത ഉപവിപണികളായി വിഭജിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ദ പ്രോസസ് ഓഫ് ഡിവൈഡിംഗ് potential market into distinct sub-markets of consumers with common needs and characteristics is known as market segmentation. ഏതാണ്? market segmentation. അടുത്ത ചോദ്യം, one criterion that should
ഓൾവേസ് ബി അപ്ലൈഡ് ടു മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഈസ്, അതായത് വിപണി വിഭജനത്തിന് എപ്പോഴും പ്രയോഗിക്കേണ്ട ഒരു മാനദണ്ഡം ഇതാണ്. ഏതാണ്? വൺ ക്രിയേറ്റീരിയൻ ദാറ്റ് ഷുഡ് ഓൾവേസ് ബി അപ്ലൈഡ് ടു മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഈസ്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഹോമോജനിറ്റി. ഹോമോജനിറ്റി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, an analytical technique which facilitates dividing a market into segment is, അതായത് ഒരു വിപണിയെ സെഗ്മെന്റുകളായി വിഭജിക്കാൻ സഹായിക്കുന്ന ഒരു വിശകലന സാങ്കേതികതയാണ് ഡാഷ്. ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? അനാലിറ്റിക്കൽ ടെക്നിക് വിച്ച് ഫെസിലിറ്റേറ്റ്സ് ഡിവൈഡിങ് എ മാർക്കറ്റ് ഇൻടു സെഗ്മെന്റ് ഈസ്. ഏതാണ്? മാർക്കറ്റ് ഗ്രിഡിംഗ്. മാർക്കറ്റ് ഗ്രിഡിംഗ് ആണ് കറക്റ്റ് ആൻസർ. മാർക്കറ്റ് ഗ്രിഡിംഗ്. അടുത്ത ചോദ്യം, the model that assumes buyer is a rational man and his buying decisions are totally governed by the concept of utility. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? വാങ്ങുന്നയാൾ യുക്തിസഹമായ ഒരു വ്യക്തിയാണെന്നും അയാളുടെ വാങ്ങൽ തീരുമാനങ്ങൾ പൂർണ്ണമായും ഉപയോഗക്ഷമത എന്ന ആശയത്താൽ നിയന്ത്രിക്കപ്പെടുന്നുവെന്നും അനുമാനിക്കുന്ന മാതൃക, അതാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ദ മോഡൽ ദാറ്റ് അസ്യൂംസ് buyer is a rational man and his buying decisions are totally governed by the concept of utility. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, എക്കണോമിക് മോഡൽ ആണല്ലേ. ഏത് മോഡലാണ്? എക്കണോമിക് മോഡൽ. Annual report on currency and finance is published by. കറൻസിയും ധനകാര്യവും സംബന്ധിച്ച വാർഷിക റിപ്പോർട്ട് പ്രതിനിധീകരിക്കുന്നത്, ആനുവൽ റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ് ഇസ് പബ്ലിഷ്ഡ് ബൈ ആരാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? RBI. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ആനുവൽ റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ് ഇസ് പബ്ലിഷ്ഡ് ബൈ RBI. ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ. ലീഡ് ബാങ്ക് പദ്ധതി നിലവിൽ വന്നത്, ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഏത് വർഷമാണ്? ആർക്കെങ്കിലും അറിയാവോ ഏത് വർഷമാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏത് വർഷമാണ്? ഓപ്ഷൻ സി ആണല്ലേ, 1969. ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1969. എക്സിം ബാങ്ക് ഈസ് ഓൺഡ് ബൈ. എക്സിം ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ളത് ഏതാണ്? എക്സിം ബാങ്ക് ഈസ് ഓൺഡ് ബൈ. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. എക്സിം ബാങ്ക് ഈസ് ഓൺഡ് ബൈ, ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓർത്തിരിക്കണം കേട്ടോ, പ്രധാനപ്പെട്ടതാണ്. ഇ ബാങ്കിങ് ഈസ് സിനോണിമസ് വിത്ത്. ഇ ബാങ്കിങ് സിനോണിമസ് വിത്ത് ഏതാണ്? ഇ ബാങ്കിങ് എന്നതിന്റെ പര്യായ പദമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 4 ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഇന്റർനെറ്റ് ബാങ്കിങ് അല്ലെ. ഇ ബാങ്കിങ് സിനോണിമസ് വിത്ത് ഇന്റർനെറ്റ് ബാങ്കിങ്. ടാക്സ് ചാർജ്ഡ് ഫസ്റ്റ്ലി ഇൻ ഇന്ത്യ ഇൻ. ടാക്സ് ചാർജ്ഡ് ഫസ്റ്റ്ലി ഇൻ ഇന്ത്യ ഇൻ. ഇന്ത്യയിൽ ആദ്യമായി നികുതി ചുമത്തിയത് ഏത് വർഷമാണ്? ടാക്സ് ചാർജ് ഫസ്റ്റ്ലി ഇൻ ഇന്ത്യ ഇൻ ഏത് വർഷമാണ്? 1860. 1860. ടാക്സ് ചാർജ്ഡ് ഫസ്റ്റ് ഇൻ ഇന്ത്യ ഇൻ 1860. ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ്. അതായത് ഈ ഹൗസ് പ്രോപ്പർട്ടിയുടെ സബ്ലെറ്റിംഗ് നിന്നുള്ള വരുമാനം ഇനി പറയുന്ന തലക്കെട്ടിൽ നികുതി വിധേയമാണ്. ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഇൻകം ഫ്രം other sources. Income from subletting of house property is taxable under the head income from other sources. The rate of taxation that does not discriminate rich and poor is known as.
അതായത് ദരിദ്രനും സമ്പന്നനും തമ്മിൽ വിവേചനം കാണിക്കാത്ത നികുതി നിരക്ക് അറിയപ്പെടുന്നത്. The rate of taxation that does not discriminate rich and poor is known as. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഫ്ലാറ്റ് റേറ്റ് ആണ് അല്ലേ? ഫ്ലാറ്റ് റേറ്റ്. The rate of taxation that does not discriminate rich and poor is known as flat rate. Dividend paid by an Indian company outside India is. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ഇന്ത്യൻ കമ്പനി നൽകുന്ന ലാഭവിഹിതം. ഡിവിഡൻഡ് പെയ്ഡ് ബൈ ആൻ ഇന്ത്യൻ കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യ ഈസ്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ കമ്പനി ആൻഡ് എക്സംപ്റ്റ് ഇൻ ദ ഹാൻഡ് ഓഫ് റെസിപ്പിയന്റ്. Dividend paid by an Indian company outside India is taxable in the hands of the company and exempt in the hand of recipient. Form issued for TDS on salary is. ശമ്പളത്തിൽ TDS ലഭിക്കുന്നതിന് നൽകുന്ന ഫോം issued for TDS on salary is. ഏതാണ്? Form 16. Form 16 ആണല്ലേ. Form issued for TDS on salary is Form 16. Tax hedging within the frame of law is known as. നിയമ ചട്ടക്കൂടിനുള്ളിൽ നികുതി സംരക്ഷണം അറിയപ്പെടുന്നത്. ടാക്സ് ഹെഡ്ജിങ് വിത്തിൻ ദ ഫ്രെയിം ഓഫ് ലോ ഈസ് നോൺ ആസ്. ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ടാക്സ് അവോയ്ഡൻസ് ആണല്ലേ. ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് ഹെഡ്ജിങ് വിത്തിൻ ദ ഫ്രെയിം ഓഫ് ലോ ഈസ് നോൺ ആസ് ടാക്സ് അവോയ്ഡൻസ്. Conversion cost is equal to the total of. പരിവർത്തന ചെലവ് ആകെത്തുകയ്ക്ക് തുല്യമാണ്. കൺവേർഷൻ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ഓഫ് ഡാഷ്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഡയറക്റ്റ് വേജസ് ആൻഡ് ഫാക്ടറി ഓവർഹെഡ്. കൺവേർഷൻ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ഓഫ് ഡയറക്റ്റ് വേജസ് ആൻഡ് ഫാക്ടറി ഓവർഹെഡ്. Overheads collected for a period are allocated or appropriated to various production and service departments are known as. അതായത് ഈ ഒരു നിശ്ചിത കാലയളവിലേക്ക് ശേഖരിക്കുന്ന ഓവർഹെഡുകൾ വിവിധ ഉൽപാദന സേവന വകുപ്പുകളിലേക്ക് അനുവദിക്കുകയോ വിഭജിക്കുകയോ ചെയ്യുന്നതിനെ പറയുന്നത് എന്താണ്? Overheads collected for a period are allocated or apportioned to various production and service departments are known as. ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. Which of the following is correct at break even point? താഴെ പറയുന്ന 4 ഓപ്ഷനിൽ ഏതാണ് ബ്രേക്ക് ഈവൻ പോയിന്റിന് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രേക്ക് ഈവൻ പോയിന്റിൽ ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. Cash from operation is equal to. അതായത് ഈ പ്രവർത്തനത്തിൽ നിന്നുള്ള പണം ഇതിന് തുല്യമാണ്. ഏതിന് തുല്യമാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ. നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ്. നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ്. പാരറ്റോ അനാലിസിസ് ഈസ് റിലേറ്റഡ് ടു. അതായത് പാരറ്റോ വിശകലനം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പാരറ്റോ അനാലിസിസ് ഈസ് റിലേറ്റഡ് ടു ഇൻവെന്ററി മാനേജ്മെന്റ്. ഏതാണ്? ഇൻവെന്ററി മാനേജ്മെന്റ്. ഇൻ FNSD അനാലിസിസ് N stands for. അതായത്
FNSD വിശകലനത്തിൽ N എന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. അതിന്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഏതാണ്? നോർമൽ മൂവിംഗ് ഐറ്റംസ്. നോർമൽ മൂവിംഗ് ഐറ്റംസ്. Back flush accounting system is related to. Back flush accounting system is related to. അതായത് ബ്ലാക്ക് ഫ്ലഷ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ, സാധാരണ PSC പരീക്ഷയ്ക്ക് നിരന്തരമായിട്ട് കാണുന്നതാണല്ലേ. ഏതാണ്? JIT സിസ്റ്റംസ്. ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? JIT സിസ്റ്റംസ്. ക്ലയന്റൽ എഫക്റ്റ് ഈസ് റിലേറ്റഡ് ടു. അതായത് ക്ലയന്റ് പ്രഭാവം ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ക്ലയന്റൽ എഫക്റ്റ് ഈസ് റിലേറ്റഡ് ടു ഏതാണ്? ഡിവിഡൻസ് ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ. ക്ലയന്റൽ എഫക്റ്റ് ഈസ് റിലേറ്റഡ് ടു ഡിവിഡൻസ്. അടുത്ത ചോദ്യം, which of the following is called the language of business? അതായത് താഴെ പറയുന്നതിൽ ഏതാണ് ബിസിനസ് ഭാഷ എന്നറിയപ്പെടുന്നത്? ഫസ്റ്റ് വൺ എക്കണോമിക്സ്, സെക്കൻഡ് വൺ സ്റ്റാറ്റിസ്റ്റിക്സ്, തേർഡ് വൺ അക്കൗണ്ടിങ്, ഫോർത്ത് വൺ ബാങ്കിങ്. ഏതാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? which one of the following is called the language of business? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, മൂന്നാമത്തേതാണ്. ഏതാണ്? അക്കൗണ്ടിങ്. ഏതാണ്? അക്കൗണ്ടിങ്. അടുത്ത ചോദ്യം, which of the following are accounting principle? First one consistency, second one prudence, third one inflation, fourth one demand. ഏതാണ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്? ഏതാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, ബോത്ത് 1 and 2. കൺസിസ്റ്റൻസി ആൻഡ് പ്രൂഡൻസ്. കൺസിസ്റ്റൻസി ആൻഡ് പ്രൂഡൻസ്. Which of the following are real account? താഴെ പറയുന്നതിൽ ഏതാണ് റിയൽ അക്കൗണ്ട്? ഫസ്റ്റ് വൺ ക്യാഷ് അക്കൗണ്ട്, സെക്കൻഡ് വൺ ബിൽഡിംഗ് അക്കൗണ്ട്, തേർഡ് വൺ സാലറി അക്കൗണ്ട്, ഫോർത്ത് വൺ ക്യാപിറ്റൽ അക്കൗണ്ട്. which of the following are real account? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ബോത്ത് 1 and 2. ഒന്ന് ക്യാഷ് അക്കൗണ്ട് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് ഏതൊക്കെയാണ്? ക്യാഷ് അക്കൗണ്ട് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഫേം. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഫേം അതായത് കുത്തക മത്സര സ്ഥാപനം. കുത്തക മത്സര സ്ഥാപനം. ഫസ്റ്റ് വൺ ഫേസസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ്, സെക്കൻഡ് വൺ പ്രൊഡ്യൂസേഴ്സ് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ്, തേർഡ് വൺ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്, ഫോർത്ത് വൺ പ്രൈസ് ടേക്കർ. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, 1, 2 and 3 only. Faces downward sloping demand, produces differentiated product, free entry and exit. അത് 3 കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഒലിഗോപോളി പ്രൈസിംഗ് ഡിപ്പെൻഡ്സ് ഓൺ. ഒലിഗോപോളി പ്രൈസിംഗ് ഡിപ്പെൻഡ്സ് ഓൺ അതായത് ഒലിഗോപോളി വില നിർണ്ണയം ആശ്രയിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ റൈവൽ ഫേംസ് റിയാക്ഷൻസ്, സെക്കൻഡ് വൺ മാർക്കറ്റ് ഡിമാൻഡ്, തേർഡ് വൺ പ്രൊഡക്റ്റ് കോസ്റ്റ്, ഫോർത്ത് വൺ ഗവൺമെന്റ് റെഗുലേഷൻസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, 1, 2 and 3. അതായത് റൈവൽ ഫേംസ് റിയാക്ഷൻസ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് പ്രൊഡക്റ്റ് കോസ്റ്റ്. ബുൾ മാർക്കറ്റ് റിഫേഴ്സ് ടു. ബുൾ മാർക്കറ്റ് റിഫേഴ്സ് ടു ഏതാണ് ബുൾ മാർക്കറ്റുകൾ സൂചിപ്പിക്കുന്നത്? ഫസ്റ്റ് വൺ റൈസിംഗ് പ്രൈസസ്, സെക്കൻഡ് വൺ ഫോളിംഗ് പ്രൈസസ്, തേർഡ് വൺ സ്റ്റേബിൾ മാർക്കറ്റ്, ഫോർത്ത് വൺ ഗവൺമെന്റ് ഇന്റർവെൻഷൻസ്. ബുൾ മാർക്കറ്റ് റിഫേഴ്സ് ടു. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, 1 only. റൈസിംഗ് പ്രൈസസ് ആണല്ലേ, റൈസിംഗ് പ്രൈസസ്. Tax Act 1961 was effective from a dash. അതായത് ഈ ആദായ നികുതി നിയമം 1961 ഡാഷ് മുതൽ പ്രാബല്യത്തിൽ വന്നു. ഫസ്റ്റ് വൺ 1/4/1961, സെക്കൻഡ് വൺ 1/4/1962, തേർഡ് വൺ 1/10/1961, ഫോർത്ത് വൺ 1/7/1961. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി 1, 2, 3, ഓപ്ഷൻ സി 1, 3, 4, ഓപ്ഷൻ ഡി only 2. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, the taxes are charged as per the rates given in Finance Act
ദീസ് റേറ്റ്സ് ആർ ഡാഷ്. അതായത് ഫിനാൻസ് ആക്ടിൽ നൽകിയിരിക്കുന്ന നിരക്കുകൾ അനുസരിച്ചാണ് നികുതി ഈടാക്കുന്നത്. ഈ നിരക്കുകൾ ഡാഷ്. ഫസ്റ്റ് വൺ നോർമൽ റേറ്റ്സ്, സെക്കൻഡ് വൺ സ്പെഷ്യൽ റേറ്റ്സ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി only 2, ഓപ്ഷൻ സി both 1 and 2, ഓപ്ഷൻ ഡി neither 1 nor 2. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, both 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ. അസസി ഇൻക്ലൂഡ്സ് ഡാഷ്. അതായത് അസസി ഉൾപ്പെടുന്നു. ഫസ്റ്റ് വൺ എ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂം any proceedings under the Income Tax Act has been taken. Second one a deemed assessee. Third one a assessee in default. അതായത് ആദായ നികുതി നിയമപ്രകാരമുള്ള ഏതെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുള്ള വ്യക്തി. സെക്കൻഡ് വൺ ഒരു നിരൂപകൻ. തേർഡ് വൺ സ്ഥിരസ്ഥിതിയിൽ ഒരു മൂല്യം നിർണയക്കാരൻ. അതാണ് മൂന്നെണ്ണം ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി 1, 2 and 1 and 2 both, ഓപ്ഷൻ സി 1 and 3 both, ഓപ്ഷൻ ഡി 1, 2 and 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 1, 2 and 3. അടുത്ത ക്വസ്റ്റ്യൻ. The term company defined under section 217 of the Income Tax Act 1961 includes a dash. അതായത് 1961 ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 217 പ്രകാരം നിർവചിച്ചിരിക്കുന്ന കമ്പനി എന്ന പദത്തിൽ ഇവ ഉൾപ്പെടുന്നു. ഏതുൾപ്പെടുന്നു? ഫസ്റ്റ് വൺ എനി ഇന്ത്യൻ കമ്പനി, സെക്കൻഡ് വൺ എനി ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ബൈ ഓർ under the laws of a foreign country, that is a foreign company. Third one any institution, association or body which is under the Indian Income Tax Act 1922 or which is or was assessed able or was assessed under this act as a company for any assessment year commencing on or before the first day of April 1970. Option A option A only 1, option B 1 and 2 both, ഓപ്ഷൻ സി 1, 2 and 3, ഓപ്ഷൻ ഡി none of the above. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 1, 2 and 3. അടുത്ത ക്വസ്റ്റ്യൻ. The person as defined under section 231 of the Income Tax Act includes. അതായത് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 231 പ്രകാരം നിർവചിച്ചിരിക്കുന്ന വ്യക്തിയിൽ ഉൾപ്പെടുന്നു ഡാഷ്. ഫസ്റ്റ് വൺ ആൻ ഇൻഡിവിജ്വൽ, സെക്കൻഡ് വൺ എ കമ്പനി, തേർഡ് വൺ എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി 1, 2, ഓപ്ഷൻ സി 1, 2, 3, ഓപ്ഷൻ ഡി neither 1 nor 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. എ ലോക്കൽ അതോറിറ്റി മീൻസ്. അതായത് ഒരു പ്രാദേശിക അധികാരം അർത്ഥമാക്കുന്നത്. ഫസ്റ്റ് വൺ പഞ്ചായത്ത്, സെക്കൻഡ് വൺ മുനിസിപ്പാലിറ്റി ഓർ മുനിസിപ്പൽ കമ്മിറ്റി, തേർഡ് വൺ കണ്ടോൺമെന്റ് ബോർഡ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2, സെക്കൻഡ് വൺ ഓപ്ഷൻ ബി 1, 2, 3, ഓപ്ഷൻ സി both 1 and 2, ഓപ്ഷൻ ഡി both 2 and 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ഇൻക്ലൂഡ്സ് എ ഡാഷ്. അതായത് കൃത്രിമ ജൂറിഡിക്കൽ വ്യക്തിയിൽ ഡാഷ് ഉൾപ്പെടുന്നു. ഫസ്റ്റ് വൺ ഗോഡ്, ഡൊണേഷൻസ് ആൻഡ് ഓഫറിംഗ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പ്രീസ്റ്റ്, സെക്കൻഡ് വൺ ഐഡിയൽസ് ആൻഡ് ഡീറ്റീസ്, തേർഡ് വൺ യൂണിവേഴ്സിറ്റി. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി both 1 and 3, ഓപ്ഷൻ സി neither 2 nor 3, ഓപ്ഷൻ ഡി 1, 2, 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു സെക്ഷൻ 224 ഡെഫിനിഷൻ ഓഫ് ഇൻകം ഈസ് എ ഡാഷ്. അതായത് സെക്ഷൻ 224 പ്രകാരം വരുമാനം എന്നതിന്റെ നിർവചനം ഡാഷ്. ഫസ്റ്റ് വൺ ഇൻക്ലൂസീവ്,
second one exhaustive, third one exclusive, fourth one descriptive. Option നോക്കാം. Option A only 1, option B both 1 and 4, option C only 3, option D only 4. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, only 1. അടുത്ത ക്വസ്റ്റ്യൻ. Income of the previous year is assessed to tax in the assessment year. Previous year under section 3 of the Income Tax Act is a dash. അതായത് മുൻ വർഷത്തെ വരുമാനം അസസ്മെന്റ് വർഷത്തിൽ നികുതിയായി കണക്കാക്കുന്നു. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 3 പ്രകാരം കഴിഞ്ഞ വർഷം ഡാഷ്. ഫസ്റ്റ് വൺ the financial year immediately proceeding the assessment year. Second one the date on which a new source of income comes into existence and ending with the 31st March of that financial year in case of first previous year. The previous to section 3(1). Third one generally a period of 12 months beginning with 1st April and ending on 31st March of the next year. Option A only 1, option B neither 1 nor 3, option C 1, 2, 3, option D both 2 and 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. Assessment year as per section 2(9) of the Income Tax Act means the dash. അതായത് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 2(9) പ്രകാരം അസസ്മെന്റ് ഇയർ അർത്ഥമാക്കുന്നത് ഫസ്റ്റ് വൺ പീരീഡ് ഓഫ് 12 months commencing on the first day of April every year. Second one year immediately succeeding the previous year. Third one a year in which income earned in the previous year is assessed to tax. Option A 1, 2, 3, option B 1, 2, option C 1, 3, option D 2, 4. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 1, 2, 3. The exception to the fact that income of the previous year is taxed in the assessment year includes. അതായത് മൂല്യനിർണയ വർഷത്തിൽ മുൻ വർഷത്തെ വരുമാനത്തിന് നികുതി ചുമത്തുന്നു എന്ന വസ്തുതയ്ക്ക് ഒഴിവാക്കൽ ഉൾപ്പെടുന്നു. നോക്കാം. ഫസ്റ്റ് വൺ എ നോൺ റെസിഡന്റ് carrying shipping business and earning income from carrying passengers, livestock, goods from port in India. Second one is the assessing officer is of the opinion that individual may leave India permanently during the year. Third one is the assessing officer is of the opinion that an association of person or body of individual is formed for a particular event and is created and dissolved during the year. Option A 1, 2, option B 1, 2, 3, option C neither 1 nor 3, option D 1, 2, 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. In which of the following cases income of previous year is assessable in the previous year itself? അതായത് താഴെ പറയുന്നതിൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ മുൻ വർഷത്തെ വരുമാനം മുൻ വർഷം തന്നെ വിലയിരുത്താവുന്നതാണ്? ഫസ്റ്റ് വൺ അസസ്മെന്റ് ഓഫ് പേഴ്സൺ ലീവിംഗ് ഇന്ത്യ. സെക്കൻഡ് വൺ എ പേഴ്സൺ ഹൂ ഈസ് ഇൻടു ഇല്ലീഗൽ ബിസിനസ്. തേർഡ് വൺ എ പേഴ്സൺ ഹൂ ഈസ് റണ്ണിംഗ് എ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1, option B 1 and 2 both, option C 1 and ID both. Third one option D 1, 2 and 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, only 1. അടുത്ത ക്വസ്റ്റ്യൻ. Mr. Hassan had discontinued business on 13th July 2020. His income from the business shall be taxed dash. അതായത് 2020 ജൂലൈ 30 മിസ്റ്റർ ഹസൻ ബിസിനസ് അവസാനിപ്പിച്ചു. ബിസിനസ്സിൽ നിന്നുള്ള അവന്റെ വരുമാനത്തിന് നികുതി ചുമത്തും. ഫസ്റ്റ് വൺ ഇൻ ദ AY 2020 as per Part 3 of First Schedule of Finance Act 2020. Second one in the AY 2021-22 as per Part 1 of First Schedule of Finance Act 2021. Option A both A and B.
Option B, either A or B as per the discretion of assessing officer. Option C, only one. Option D, only two. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻകം അണ്ടർ സെക്ഷൻ 224 ഇൻക്ലൂഡ്സ്, അതായത് ഇൻകം 224 അത് 224 ഡാഷ് ഉൾപ്പെടുന്നു. First one, the profit and gains of a banking business carried on by a cooperative society with its members. Second one, any advance money forfeited in the course of negotiations or for transfer of capital asset. Choose the correct opinion with a reference to the above statements. Option A, both 1 and 2. Option B, only 1. Option C, only 2. Option D, neither 1 nor 2. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ബോത്ത് 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻകം ഇൻക്ലൂഡ്സ്, ഇൻകം ഡാഷ് ഉൾപ്പെടുന്നു. ഫസ്റ്റ് വൺ, റെസിപ്റ്റ് ഡ്യൂ ടു ഡിവാലുവേഷൻ ഓഫ് കറൻസി. സെക്കൻഡ് വൺ, ടെമ്പററി ഇൻകം. തേർഡ് വൺ, റെസിപ്റ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ധർമ്മത. ഓപ്ഷൻ എ 1 and 2. ഓപ്ഷൻ ബി 1, 2 and 3. ഓപ്ഷൻ സി 2 and 3. ഓപ്ഷൻ ഡി 1 and 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ. പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻക്ലൂഡ്സ്, അതായത് സ്ഥിരമായ സ്ഥാപനം ഡാഷ് ഉൾപ്പെടുന്നു. ഫസ്റ്റ് വൺ, എ പേഴ്സൺ ഓർ എ പ്ലേസ്. ഓപ്ഷൻ സെക്കൻഡ് വൺ, കൺസ്ട്രക്ഷൻ സൈറ്റ്. തേർഡ് വൺ, ബിസിനസ് പ്രിസർവ്. ഓപ്ഷൻ എ only 1. ഓപ്ഷൻ ബി 1, 2. ഓപ്ഷൻ സി 1, 2, 3. ഓപ്ഷൻ ഡി 2, 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The following additional conditions are to be satisfied by an individual to be resident and ordinarily resident in India. അതായത് ഇന്ത്യയിൽ സ്ഥിര താമസമാക്കാനും സാധാരണ താമസിക്കാനും ഇനി പറയുന്ന അധിക വ്യവസ്ഥകൾ ഒരു വ്യക്തി പാലിക്കേണ്ടതാണ്. ഫസ്റ്റ് വൺ, he is a resident in at least any 2 out of the 10 previous years immediately preceding the relevant previous year. Second one, he has been in India for 730 days or more during the 7 previous year immediately preceding the relevant previous year. Option A, both the 1 and 2 above. Option B, none of the above. Option C, neither 1 nor 2. Option D, only 2. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ബോത്ത് 1 and 2 above. അടുത്ത ക്വസ്റ്റ്യൻ. Following are 2 sentences. Find out correct sentence. അതായത് ഇനി പറയുന്ന 2 വാക്യങ്ങൾ ശരിയായ വാക്യം കണ്ടെത്തുക. ഫസ്റ്റ് വൺ, ഇൻകം ടാക്സ് ഈസ് വൺ ഓഫ് ദ form of direct taxes. Second one, this tax is leviable and collected under Income Tax Act 1961. Option A, only 1. Option B, both 1 and 2. Option C, only 2. Option D, both wrong sentence. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ബോത്ത് 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻകം ടാക്സ് ആക്ട് 1961 ഇമ്പോസ്ഡ് ഓൺ, അതായത് 1961 ആദായ നികുതി നിയമം ഡാഷ് മേൽ ചുമത്തി. ഫസ്റ്റ് വൺ, ലീഗൽ ഇൻകം. സെക്കൻഡ് വൺ, ഇല്ലീഗൽ ഇൻകം. ഓപ്ഷൻ എ only 1. ഓപ്ഷൻ ബി only 2. ഓപ്ഷൻ സി ബോത്ത് 1 and 2. ഓപ്ഷൻ ഡി neither 1 nor 2. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ബോത്ത് 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻകം ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ഡാഷ്, ആദായ നികുതി ഡാഷ് ചുമത്തുന്നു. ഫസ്റ്റ് വൺ, ഹാഫ് ഇയർലി. സെക്കൻഡ് വൺ, annually. തേർഡ് വൺ, monthly. ഫോർത്ത് വൺ, ഡെയിലി. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1. ഓപ്ഷൻ ബി only 2. ഓപ്ഷൻ സി 1, 2, 3, 4. ഓപ്ഷൻ ഡി 2, 3, 4. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, only 2, annually. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം. The revenue and expenses of a company are displayed in which statement? അതായത് ഒരു കമ്പനിയുടെ വരുമാനവും ചിലവും ഏത് പ്രസ്താവനയിലാണ് കാണിച്ചിരിക്കുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ബാലൻസ് ഷീറ്റ്. ഓപ്ഷൻ ബി, കാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ സി, ഇൻകം സ്റ്റേറ്റ്മെന്റ്.
ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇൻകം സ്റ്റേറ്റ്മെന്റ്. എന്താണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്? ദ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഡിസ്പ്ലേസ് ഓൾ ദ റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ് ഓഫ് എ കമ്പനി. അതായത് ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒരു കമ്പനിയുടെ എല്ലാ വരുമാനവും ചെലവുകളും പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇൻകം സ്റ്റേറ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ മെയിൻ പർപ്പസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഈസ് ഡാഷ്. അതായത് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പ്രധാന ലക്ഷ്യം. ഓപ്ഷൻ എ ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ഷെയർ ഹോൾഡേഴ്സ്. ഓപ്ഷൻ ബി ടു മെയിൻറ്റെയിൻ ബാലൻസ് ഷീറ്റ്. ഓപ്ഷൻ സി ടു മിനിമൈസ് ടാക്സസ്. ഓപ്ഷൻ ഡി ടു കീപ് ട്രാക്ക് ഓഫ് ലയബിലിറ്റീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ഷെയർ ഹോൾഡേഴ്സ്. അതായത് ദ പർപ്പസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഈസ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യം ഓഹരി ഉടമകൾക്ക് സാമ്പത്തിക വിവരങ്ങൾ നൽകുക എന്നതാണ്. അതായത് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ ഓഹരി ഉടമകൾക്ക് സാമ്പത്തികമായ വിവരങ്ങളെല്ലാം തന്നെ നൽകുക എന്നതാണ്. ഇവിടെ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ദ എക്സ്പാൻഡഡ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഈസ് യൂസ്ഡ് ബൈ വിച്ച് സ്റ്റേറ്റ്മെന്റ്? അതായത് ഈ വിപുലീകരിച്ച അക്കൗണ്ടിംഗ് സമവാക്യം ഏത് പ്രസ്താവനയാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ ബി ബാലൻസ് ഷീറ്റ്. ഓപ്ഷൻ സി ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബാലൻസ് ഷീറ്റ്. ഈ ദ എക്സ്പാൻഡഡ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഈസ് യൂസ്ഡ് ബൈ ദ ബാലൻസ് ഷീറ്റ്. അതായത് ഈ എക്സ്പാൻഡഡ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ ബാലൻസ് ഷീറ്റ് ഉപയോഗിക്കുന്നു. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ടൈപ്പ് ഓഫ് ബാലൻസ് ഡു അസറ്റ് അക്കൗണ്ട്സ് ഹാവ്? അതായത് അസറ്റ് അക്കൗണ്ടുകൾക്ക് ഏത് തരത്തിലുള്ള ബാലൻസ് ഉണ്ട്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കോൺട്രാ. ഓപ്ഷൻ ബി ക്രെഡിറ്റ്. ഓപ്ഷൻ സി ഡെബിറ്റ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഡെബിറ്റ്. അസറ്റ് അക്കൗണ്ട് ഹാവ് എ ഡെബിറ്റ് ബാലൻസ്. അതായത് അസറ്റ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ഉണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതാണോ? എല്ലാവർക്കും അറിയേണ്ടതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അസറ്റ് അക്കൗണ്ട് ഹാവ് എ ഡെബിറ്റ് ബാലൻസ്. അസറ്റ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ദ കൈൻഡ് ഓഫ് ഡെബിറ്റ്സ് വിച്ച് ആർ നീഡഡ് ടു ബി റിപെയ്ഡ് ഇൻ എ ഷോർട്ട് ടേം ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ഹ്രസ്വകാലത്തേക്ക് തിരിച്ചടക്കേണ്ട കടങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഫിക്സഡ് ലയബിലിറ്റീസ്. ഓപ്ഷൻ ബി കറന്റ് ലയബിലിറ്റീസ്. ഓപ്ഷൻ സി ഡിപ്രിസിയേറ്റിംഗ് അസറ്റ്. ഓപ്ഷൻ ഡി ഇൻടാഞ്ചിബിൾ അസറ്റ്. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കറന്റ് ലയബിലിറ്റീസ്. കറന്റ് ലയബിലിറ്റീസ് ആർ ദ ഡെബിറ്റ്സ് ദാറ്റ് നീഡഡ് ടു ബി റീപെയ്ഡ് ഇൻ എ ഷോർട്ട് പീരീഡ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കുറഞ്ഞ കാലയളവില് തിരിച്ചടക്കേണ്ട കടങ്ങളാണ് കറന്റ് ലയബിലിറ്റീസ്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് നോട്ട് ചെയ്യണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ അക്കൗണ്ട് വിച്ച് ഇൻക്രീസ് ഇക്വിറ്റി ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ഇക്വിറ്റി വർദ്ധിപ്പിക്കുന്ന അക്കൗണ്ട് അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ഡെബിറ്റ് അക്കൗണ്ട്. ഓപ്ഷൻ ബി ക്രെഡിറ്റ് അക്കൗണ്ട്. ഓപ്ഷൻ സി റവന്യൂ. ഓപ്ഷൻ ഡി ട്രഷറി സ്റ്റോക്ക്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. റവന്യൂ. എക്സ്പ്ലനേഷൻ തരാം. റവന്യൂ ഓണർ ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഇൻക്രീസ് ദ ഇക്വിറ്റി ഓഫ് എ കമ്പനി. അതായത് ഈ വരുമാനം, ഉടമ നിക്ഷേപം, നിലനിർത്തിയ വരുമാനം എന്നിവയൊക്കെ ഒരു കമ്പനിയുടെ ഇക്വിറ്റി വർദ്ധിപ്പിക്കുന്നു. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. റവന്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. What are the long-term assets which do not have any physical existence? അതായത് ഈ ഭൗതികമായ അസ്തിത്വമില്ലാത്ത ദീർഘകാല ആസ്തികൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ
intangible asset, option B tangible asset, option D current liabilities, option D current asset. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇൻടാഞ്ചിബിൾ അസറ്റ്. എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഹാവ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ ഗുഡ്വില്ല്, ബ്രാൻഡ് റെക്കഗ്നിഷൻ, പേറ്റൻസ് എക്സെട്ര ആർ നോൺ ആസ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അദൃശ്യമായ ആസ്തികൾക്ക് ഭൗതികമായ അസ്തിത്വമില്ല. ഉദാഹരണത്തിന് ഗുഡ്വില്ല്, ബ്രാൻഡ് റെക്കഗ്നീഷൻ, പേറ്റന്റുകൾ മുതലായവ അദൃശ്യമായ ആസ്തികൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ ഏതാണ് ശരി ഉത്തരം? ഇൻടാഞ്ചിബിൾ അസറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സപ്പോർട്ടിംഗ് എവിഡൻസ് ഇൻ എ ബിസിനസ് ട്രാൻസാക്ഷൻ കോൾഡ്? അതായത് ഒരു ബിസിനസ്സിലെ ഇടപാടിലെ പിന്തുണയ്ക്കുന്ന തെളിവിനെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ ജേണൽ, ഓപ്ഷൻ ബി ലെഡ്ജർ, ഓപ്ഷൻ സി വൗച്ചർ, ഓപ്ഷൻ ഡി കോൺട്രാ വൗച്ചർ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് ആൻസർ. വൗച്ചർ. വൗച്ചേഴ്സ് ആർ പ്രൂഫ് ദാറ്റ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് ടേക്കൺ പ്ലേസ്. അതായത് ഈ ഒരു ബിസിനസ് ഇടപാട് നടന്നതിന്റെ തെളിവുകളാണ് എന്താണ്? വൗച്ചറുകൾ. അത് വൗച്ചറിനെ കുറിച്ച് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ബിസിനസ് ഇടപാട് നടന്നാൽ അതിന്റെ ഒരു തെളിവെന്ന് പറഞ്ഞാൽ അത് വൗച്ചറുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. The expenses, profit and loss of an organization are recorded in which account? അതായത് ഒരു സ്ഥാപനത്തിന്റെ ചെലവുകള്, ലാഭം, നഷ്ടം എന്നിവ ഏത് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ കറണ്ട് അക്കൗണ്ട്, ഓപ്ഷൻ ബി പേഴ്സണൽ അക്കൗണ്ട്, ഓപ്ഷൻ സി നോമിനൽ അക്കൗണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏത് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നോമിനൽ അക്കൗണ്ട്. ദ നോമിനൽ അക്കൗണ്ട് records all the transactions of a business for one fiscal year. അതായത് ഈ ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു ബിസിനസിന്റെ എല്ലാ ഇടപാടുകളും നാമമാത്ര അക്കൗണ്ട് രേഖപ്പെടുത്തുന്നു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് പേഴ്സൺ owes an amount to a business organization for buying goods and services on a credit basis? അതായത് ക്രെഡിറ്റ് അടിസ്ഥാനത്തിൽ ചരക്കുകളും സേവനങ്ങളും വാങ്ങുന്നതിന് ഒരു ബിസിനസ് ഓർഗനൈസേഷന് തുക കടപ്പെട്ടിരിക്കുന്നത് ഏത് വ്യക്തി ആണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ക്രെഡിറ്റേഴ്സ്, ഓപ്ഷൻ ബി ഡെപ്റ്റേഴ്സ്, ഓപ്ഷൻ സി ഓണർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് ആർ ദ പേഴ്സൺസ് ഹു owe an amount to a business organization for buying goods and services on a credit basis. അതായത് ഈ ക്രെഡിറ്റ് അടിസ്ഥാനത്തില് ചരക്കുകളും സേവനങ്ങളും ഒക്കെ വാങ്ങുന്നതിന് ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഒരു തുക കുടിശ്ശികയുള്ള വ്യക്തികളാണ് കടക്കാർ, അതായത് ഡെപ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. വെൻ ആർ ബാലൻസ് ഷീറ്റ്സ് പ്രിപ്പയർഡ്? അതായത് ബാലൻസ് ഷീറ്റ് എപ്പോഴാണ് തയ്യാറാക്കുന്നത്? ഓപ്ഷൻ എ ക്വാർട്ടർലി, ഓപ്ഷൻ ബി ഇയർലി, ഓപ്ഷൻ സി മന്ത്ലി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇയർലി. ബാലൻസ് ഷീറ്റ് ആർ പ്രിപ്പയർഡ് ഇയർലി ആസ് ഇറ്റ് ഡിസ്പ്ലേസ് ദ ലയബിലിറ്റീസ് ആൻഡ് അസറ്റ്സ് ഓഫ് എ കമ്പനി. അതായത് ഈ ഒരു കമ്പനിയുടെ ബാധ്യതകളും ആസ്തികളും ഒക്കെ പ്രദർശിപ്പിക്കുന്നതിനാല് ബാലൻസ് ഷീറ്റുകൾ വർഷം തോറും തയ്യാറാക്കപ്പെടുന്നു. വർഷം തോറും ബാലൻസ് ഷീറ്റ് തയ്യാറാക്കപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കമ്പനിയുടെ ബാധ്യതകളും ആസ്തികളും ഒക്കെ പ്രദർശിപ്പിക്കുന്നതിനാല് അതിനു വേണ്ടിയിട്ടാണ് ഈ ബാലൻസ് ഷീറ്റ് വർഷം തോറും തയ്യാറാക്കപ്പെടുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ആക്ടിവിറ്റി റേഷ്യോ? അതായത് പ്രവർത്തന അനുപാതം എന്താണ്? ഓപ്ഷൻ എ ഫിനാൻഷ്യൽ റേഷ്യോസ് ദാറ്റ് മെഷർ ഫേംസ് എബിലിറ്റി ടു കൺവേർട്ട് ഡിഫറെന്റ് അക്കൗണ്ട്സ് ഇൻടു എ ബാലൻസ് ഷീറ്റ്. ഓപ്ഷൻ ബി റേഷ്യോസ് ദാറ്റ് മെഷേഴ്സ് കമ്പനീസ് എബിലിറ്റി ടു പേ ഡെബിറ്റ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഇറ്റ്സ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഓപ്ഷൻ സി
financial measurement that assess the ability of a company to meet its financial obligation. Option D, the ratio that evaluates the company's ability to generate income as compared to its expenses. ഏതാണ് ശരി ഉത്തരം? വാട്ട് ഈസ് ആക്ടിവിറ്റി റേഷ്യോ? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ എ, അതായത് ഫിനാൻഷ്യൽ റേഷ്യോസ് ദാറ്റ് മെഷർ ഫേംസ് എബിലിറ്റി ടു കൺവേർട്ട് ഡിഫറെന്റ് അക്കൗണ്ട് ഇൻ ടു ബാലൻസ് ഷീറ്റ്. അതായത് ഈ വിവിധ അക്കൗണ്ടുകളുള്ള ബാലൻസ് ഷീറ്റ് ആക്കി മാറ്റാനുള്ള ഒരു സ്ഥാപനത്തിന്റെ കഴിവളക്കുന്ന ആ സാമ്പത്തിക അനുപാതങ്ങൾ, ഫിനാൻഷ്യൽ റേഷ്യോസ്. എക്സ്പ്ലനേഷൻ ഉണ്ട്. അതായത് ഈ ആക്ടിവിറ്റി റേഷ്യോസ് ആർ എ കാറ്റഗറി ഓഫ് ഫിനാൻഷ്യൽ റേഷ്യോസ് ദാറ്റ് മെഷർ എ ഫേംസ് എബിലിറ്റി ടു കൺവേർട്ട് ഡിഫറെന്റ് അക്കൗണ്ട്സ് വിത്തിൻ ഇറ്റ്സ് ബാലൻസ് ഷീറ്റ്സ് ഇൻ ടു ക്യാഷ് ഓർ സെയിൽസ്. അതായത് ഈ പ്രവർത്തനങ്ങളൊക്കെ, പ്രവർത്തന അനുപാതങ്ങൾ എന്നത് ഒരു സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റിലെ വ്യത്യസ്ത അക്കൗണ്ടുകൾ പണമായോ വിൽപ്പനയായോ മാറ്റാനുള്ള കഴിവ് അളക്കുന്ന സാമ്പത്തിക അനുപാതങ്ങളുടെ ഒരു വിഭാഗമാണ്. അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രവർത്തന അനുപാതം എന്നാൽ ഒരു സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റിലെ വ്യത്യസ്ത അക്കൗണ്ടുകൾ പണമായിട്ടാണോ വിൽപ്പനയായോ മാറ്റാനുള്ള കഴിവ് അളക്കുന്ന സാമ്പത്തിക അനുപാതങ്ങളുടെ ഒരു വിഭാഗം ആണ്. അപ്പോൾ ഇതാണ് വാട്ട് ഈസ് ആക്ടിവിറ്റി റേഷ്യോ എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ഈസ് കറണ്ട് ലയബിലിറ്റി? എന്താണ് നിലവിലെ ബാധ്യത? കറണ്ട് ലയബിലിറ്റി അതായത് ഓപ്ഷൻ എ, അസറ്റ് ഓഫ് എ കമ്പനി ദാറ്റ് ആർ എക്സ്പെക്ടഡ് ടു ബി സോൾഡ് ഓർ യൂസ്ഡ് ആസ് എ result of standard business operations over the next year. Option B, a potential liability that may occur in the future. Option C, company's short-term financial obligations that are due within 1 year or within a normal operating cycle. Option D, obligations listed on the balance sheet not due for more than a year. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Company's short-term financial obligations that are due within 1 year or within a normal operating cycle. അതായത് എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? കമ്പനിയുടെ ഹ്രസ്വകാല സാമ്പത്തിക ബാധ്യതകൾ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു സാധാരണ പ്രവർത്തന ചക്രത്തിന് ഉള്ളിൽ. അതാണ് ഈ കറണ്ട് ലയബിലിറ്റി. വാട്ട് ഈസ് എ കറണ്ട് ലയബിലിറ്റി എന്നതിനുള്ള ആൻസർ. അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. കറണ്ട് ലയബിലിറ്റീസ് ആർ എ കമ്പനി ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ദാറ്റ് ആർ ഡ്യൂ വിത്തിൻ 1 year ഓർ വിത്തിൻ എ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിള്. അതായത് ഈ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു സാധാരണ പ്രവർത്തന ചക്രത്തിനുള്ളിൽ ഒരു കമ്പനിയുടെ ഹ്രസ്വകാല സാമ്പത്തിക ബാധ്യതകളാണ് ഏതാണ്? സാമ്പത്തിക സാധ്യതകളാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സൈക്കിൾ? അതായത് എന്താണ് ഒരു പ്രവർത്തന ചക്രം? എന്താണ് ഒരു പ്രവർത്തന ചക്രം? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, മെട്രിക് ദാറ്റ് എക്സ്പ്രസസ് ദ ടൈം it takes for a company to convert its investments in inventory and other resources into cash flows from sales. Option B, the time it takes a company to buy goods, sell them and receive cash from the sale of goods, said goods. Option C, the process of hiring personnel to conduct the daily operations of the business. Option D, collective process of identifying, analyzing and recording the accounting events of a company. വാട്ട് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സൈക്കിൾ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദ ടൈം ഇറ്റ് ടേക്സ് എ കമ്പനി ടു ബൈ ഗുഡ്സ്, സെൽ ദം ആൻഡ് റിസീവ് ക്യാഷ് ഫ്രം ദ സെയിൽ ഓഫ് സെഡ് ഗുഡ്സ്. അതായത് അതിന്റെ അർത്ഥം എന്താണ്? ഒരു കമ്പനിക്ക് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും പ്രസ്തുത സാധനങ്ങളുടെ വിൽപ്പനയിൽ നിന്ന് പണം സ്വീകരിക്കാനും എടുക്കുന്ന സമയം. അതാണ് വാട്ട് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നതിനുള്ളതിനെ കുറിച്ച് ഉള്ള കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അതാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്? ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് അതായത് കുടിശ്ശിക ചെലവുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് പെയ്ഡ് ഓഫ് in the current balance sheet. Option B, the necessary purchases that keep a business going from day to day. Option C, type of expenses that is due but it has not been paid. Option D, none of the above. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.
type of expenses that is due but has not been paid. അതായത് കുടിശ്ശിക ഉള്ളതും എന്നാൽ അടച്ചിട്ടില്ലാത്തതുമായ ചിലവിന്റെ തരം, അതാണ് ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്നതിന്റെ കറക്റ്റ് ആയ ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. An outstanding expenses is a type of expense that is due but has not been paid. This expense becomes outstanding to the company when this has taken the benefit but the related payment has not been made simultaneously. For example, rent due but not yet paid. അതായത് ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്നത് നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്നത് ഈ കുടിശ്ശിക ഉള്ളതും എന്നാൽ അടച്ചിട്ടില്ലാത്തതുമായ ഒരു തരം ചെലവാണ്. ഇതിന്റെ പ്രയോജനം ലഭിച്ചെങ്കിലും അനുബന്ധ പേയ്മെന്റ് ഒരേ സമയം നടത്താത്തപ്പോൾ ഈ ചെലവ് കമ്പനിക്ക് കുടിശ്ശികയായും ഉണ്ട്. അതിന്റെ ഉദാഹരണമാണ് വാടക കുടിശ്ശിക പക്ഷെ ഇതുവരെ അടച്ചിട്ടില്ല. അതാണ് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട എക്സ്പ്ലനേഷൻ. അപ്പോൾ വാട്ട് ആർ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്? എന്താണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്? എന്താണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എ ലൈൻ ഓഫ് ക്രെഡിറ്റ് ദാറ്റ് കവേഴ്സ് യുവർ ട്രാൻസാക്ഷൻസ് if your bank account balance drops below 0. അതായത് അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് 0 താഴെയായാൽ നിങ്ങളുടെ ഇടപാടുകൾ ഉൾക്കൊള്ളുന്ന ഒരു ക്രെഡിറ്റ് ലൈൻ ആണ് ഈ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ആൻസർ. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. An overdraft facility linked to your everyday transaction account is an unsecured line of credit designed to cover short-term cash flow shortfalls. അതായത് എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? അതായത് ഈ നിങ്ങളുടെ ദൈനംദിന ഇടപാട് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഓവർഡ്രാഫ്റ്റ് സൗകര്യം ഹ്രസ്വകാല പണമൊഴുക്ക് കുറവുകൾ നികത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സുരക്ഷിതമല്ലാത്ത ക്രെഡിറ്റ് ആണ്. അതാണ് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ ബാങ്ക് ഓവർഡ്രാഫ്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിച്ച് റേഷ്യോ പ്രൊട്ടക്ട്സ് ദ ക്രെഡിറ്റേഴ്സ്? എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? ഏത് അനുപാതമാണ് കടക്കാരെ സംരക്ഷിക്കുന്നത്? ഓപ്ഷൻ എ ലോവർ ഡെബിറ്റ് എക്വിറ്റി റേഷ്യോ, ഓപ്ഷൻ ബി ലിക്വിഡിറ്റി അസറ്റ്സ്, ഓപ്ഷൻ സി ഹയർ ഇൻവെന്ററി റേഷ്യോ, ഓപ്ഷൻ ഡി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ലോവർ ഡെബിറ്റ് ഇക്വിറ്റി റേഷ്യോ. എക്സ്പ്ലനേഷൻ നോക്കാം. ലോവർ ദ ഡെബിറ്റ് ഇക്വിറ്റി റേഷ്യോ ഹയർ ഈസ് ദ പ്രൊട്ടക്ഷൻ ടു ക്രെഡിറ്റേഴ്സ്. Creditors usually like a low debit to equity ratio because a low ratio less than 1 is the indication of greater protection to their money. അതായത് അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡെബിറ്റ് ഇക്വിറ്റി അനുപാതം താഴ്ത്തുന്നത് കടക്കാർക്കുള്ള ഒരു സംരക്ഷണമാണ്. ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റർമാര് സാധാരണയായി ഇക്വിറ്റി അനുപാതം കുറഞ്ഞ കടം ഇഷ്ടപ്പെടുന്നു. കാരണം കുറഞ്ഞ അനുപാതം, അതായത് 1-ൽ താഴെ, അവരുടെ പണത്തിന് കൂടുതൽ പരിരക്ഷയുടെ സൂചനയാണ്. അപ്പോൾ ഇതാണ് അതിനെക്കുറിച്ച് ഈ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലോവർ ഡെബിറ്റ് ഇക്വിറ്റി റേഷ്യോ, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എല്ലാവർക്കും എക്സ്പ്ലനേഷനിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ നെറ്റ് സെയിൽ ഇൻറ്റു 100, ഓപ്ഷൻ ബി ഫിക്സഡ് അസറ്റ് ഇൻറ്റു 100, ഓപ്ഷൻ സി ടോട്ടൽ അസറ്റ്സ് ഇൻറ്റു 100, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് ഇൻറ്റു 100. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ ROI ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് ഇൻറ്റു 100. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ROI കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം കണ്ടിരുന്നു. അപ്പോൾ പലരും ചോദിച്ചിരുന്നു ROI എന്താണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അതിനുള്ള എക്സ്പ്ലനേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈസ് എ പെർഫോമൻസ് മെഷേർഡ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ എഫിഷ്യൻസി ഓഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓർ കമ്പയർ ദ എഫിഷ്യൻസി ഓഫ് എ നമ്പർ ഓഫ് ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ്സ്. അതായത് ഈ ഒരു നിക്ഷേപത്തിന്റെ കാര്യക്ഷമത വിലയിരുത്തുന്നതിനോ
വിവിധ നിക്ഷേപങ്ങളുടെ കാര്യക്ഷമത താരതമ്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പ്രകടന അളവുകോലാണ് എന്താണ്? ROI. ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഒരു നിക്ഷേപത്തിന്റെ കാര്യക്ഷമത വിലയിരുത്തുന്നതിനോ വിവിധ നിക്ഷേപങ്ങളുടെ കാര്യക്ഷമത താരതമ്യം ചെയ്യുന്നതിനോ ഉപയോഗിക്കുന്ന പ്രകടന അളവുകോലാണ് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കുകയാണ്. വാട്ട് ഡസ് ഇംപ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഓവർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസറ്റ്സ് ഇൻഡിക്കേറ്റ്? അതായത് വിഭവങ്ങളുടെ അനുചിതമായ വിനിയോഗവും ആസ്തികളിലെ അമിത നിക്ഷേപവും എന്താണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ലോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഓപ്ഷൻ ബി ലോ സെയിൽസ്, ഓപ്ഷൻ സി ഹൈ സെയിൽസ്, ഓപ്ഷൻ ഡി ഡിപ്രിസിയേഷൻ ഓഫ് അസറ്റ്സ്. ഏതാണ് ശരി ഉത്തരം? ലോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. എക്സ്പ്ലനേഷൻ നോക്കാം. ഇംപ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഓവർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസറ്റ് ഇൻഡിക്കേറ്റ് എ ലോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഈ വിഭവങ്ങളുടെ തെറ്റായ വിനിയോഗവും ആസ്തികളുടെ അമിത നിക്ഷേപവും നിക്ഷേപത്തിൽ കുറഞ്ഞ വരുമാനത്തെ സൂചിപ്പിക്കുന്നു. അതാണ് ലോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവർക്കും വിശദമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കുകയാണ്. വിച്ച് ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ അഡ്വർടൈസിംഗ്, സാലറി ആൻഡ് മാർക്കറ്റ് അനാലിസിസ്? അതായത് പരസ്യം, ശമ്പളം, വിപണി വിശകലനം എന്നിവയ്ക്കായി തയ്യാറാക്കിയ ബഡ്ജറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്, ഓപ്ഷൻ ബി സെയിൽസ് എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്, ഓപ്ഷൻ സി സ്റ്റാറ്റിക് ബഡ്ജറ്റ്, ഓപ്ഷൻ ഡി ലേബർ ബഡ്ജറ്റ്. ഏതാണ് ശരി ഉത്തരം? സെയിൽസ് എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദ സെല്ലിംഗ് എക്സ്പെൻസ് ബഡ്ജറ്റ് ഈസ് യൂഷ്വലി ബേസ്ഡ് ഓൺ ദ സെയിൽസ് ബഡ്ജറ്റ് ആൻഡ് ദ പ്രിയർ എക്സ്പെൻസ് ബഡ്ജറ്റ് ഇൻ പ്രിയർ ഇയേഴ്സ്. അതായത് ഈ വിൽപ്പന ചെലവ് ബഡ്ജറ്റ് സാധാരണയായി വിൽപ്പന ബഡ്ജറ്റിനെയും മുൻ വർഷങ്ങളിലെ മുൻ ചെലവ് ബഡ്ജറ്റിനെയും ഒക്കെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്. അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. വിൽപ്പന ചെലവ് ബഡ്ജറ്റ് സാധാരണയായി വിൽപ്പന ബഡ്ജറ്റിനെയും മുൻ വർഷങ്ങളിലെ മുൻ ചെലവ് ബഡ്ജറ്റിനെയൊക്കെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്. അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ സെയിൽസ് എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്, അതാണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് എ മാസ്റ്റർ ബഡ്ജറ്റ് ഇൻക്ലൂഡ്? അതായത് ഒരു മാസ്റ്റർ ബഡ്ജറ്റിൽ എന്താണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ മെറ്റീരിയൽ ബഡ്ജറ്റ്, ഓപ്ഷൻ ബി പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, ഓപ്ഷൻ സി സെയിൽസ് ബഡ്ജറ്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓൾ ഓഫ് ദ എബവ്. എ മാസ്റ്റർ ബഡ്ജറ്റ് കൺസിസ്റ്റ് ഓഫ് സെയിൽസ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ആൻഡ് മെറ്റീരിയൽ ബഡ്ജറ്റ്. അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. ഒരു മാസ്റ്റർ ബഡ്ജറ്റ് വിൽപ്പന ബഡ്ജറ്റ്, ഉൽപാദന ബഡ്ജറ്റ്, മെറ്റീരിയൽ ബഡ്ജറ്റ് എന്നിവ ഉൾക്കൊള്ളുന്നു. പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ മാസ്റ്റർ ബഡ്ജറ്റിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാം. ട്രാൻസാക്ഷൻ ഈസ് റെഫേർഡ് ആസ് വിച്ച് ഈവന്റ് ഇൻ അക്കൗണ്ടിങ്? അതായത് അക്കൗണ്ടിങ് ഇടപാട് ഏത് സംഭവമായാണ് പരാമർശിക്കുന്നത്? ഓപ്ഷൻ എ പൊളിറ്റിക്കൽ ഇവന്റ്, ഓപ്ഷൻ ബി എക്കണോമിക് ഇവന്റ്, ഓപ്ഷൻ സി ഡിവിഡന്റ്, ഓപ്ഷൻ ഡി കാഷ് ട്രാൻസാക്ഷൻ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എക്കണോമിക് ഇവന്റ്. എക്സ്പ്ലനേഷൻ നോക്കാം. ഇൻ അക്കൗണ്ടിങ് ആൻഡ് എക്കണോമിക് ഇവന്റ് ഈസ് റെഫേർഡ് ടു ആസ് ട്രാൻസാക്ഷൻ. അപ്പോൾ എക്കണോമിക് ഇവന്റിനെ കുറിച്ച് നോക്കാം. അതായത് ഈ അക്കൗണ്ടിൽ ഒരു സാമ്പത്തിക സംഭവത്തെ ഇടപാട് എന്ന് വിളിക്കുന്നു. അക്കൗണ്ടിങ്ങിൽ ഒരു സാമ്പത്തിക സംഭവത്തെ അത് ഇടപാട് എന്ന് വിളിക്കുന്നു. അതാണ് എക്കണോമിക് ഈവന്റ് എന്ന് പറയുന്നത്. എക്കണോമിക് ഈവന്റിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഈസ് പാർട്ട് ഓഫ് ഡാഷ്. അതായത് ഈ സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന ഇതിന്റെ ഭാഗമാണ്. ഏതിന്റെ ഭാഗമാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ അക്കൗണ്ടിങ്, ഓപ്ഷൻ ബി ബുക്ക് കീപ്പിംഗ്, ഓപ്ഷൻ സി ഡാറ്റ എൻട്രി, ഓപ്ഷൻ ഡി ജേർണൽ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബുക്ക് കീപ്പിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. Examining of financial information refers to ഓപ്ഷൻ എ അനലൈസിംഗ്, ഓപ്ഷൻ ബി ഓഡിറ്റിംഗ്, ഓപ്ഷൻ സി റെക്കോർഡിംഗ്, ഓപ്ഷൻ ഡി ബാലൻസ് ഷീറ്റ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓഡിറ്റിംഗ്. Auditing is defined as the on-site verification activity such as inspection or examination of a process or quality system to ensure compliance to requirements. അതായത് ഈ
ആവശ്യകതകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഒരു പ്രക്രിയയുടെയോ ഗുണനിലവാര സംവിധാനത്തിന്റെയോ പരിശോധന അല്ലെങ്കിൽ പരിശോധന പോലുള്ള ഓൺസൈറ്റ് സ്ഥിരീകരണ പ്രവർത്തനമായാണ് ഓഡിറ്റിങ്ങിനെ നിർവഹിച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് ഓഡിറ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഉള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഹു ഈസ് ആൻ എക്സ്റ്റേണൽ യൂസർ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? ഓപ്ഷൻ എ ഷെയർ ഹോൾഡേഴ്സ്, ഓപ്ഷൻ ബി സിഇഒ, ഓപ്ഷൻ സി മാനേജർ, ഓപ്ഷൻ ഡി ക്രെഡിറ്റർ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ക്രെഡിറ്റർ. ക്രെഡിറ്റർ ഓഫ് ദ ബിസിനസ് ഈസ് ദ എക്സ്റ്റേണൽ യൂസർ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് സാമ്പത്തിക പ്രസ്താവനകളുടെ ബാഹ്യ ഉപയോക്താവാണ് ബിസിനസിന്റെ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.